മാലക്കല്ല് ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് മരിയ ബേക്കറി സ്ഥിതി ചെയ്യുന്നത്. 18 വർഷമായി ആ ബേക്കറി അവിടെയുണ്ട്. ബേക്കറി സാധനങ്ങളും ജ്യൂസും പഴവർഗ്ഗങ്ങളും എല്ലാം കിട്ടുന്നൊരു കടയാണ് മരിയ ബേക്കറി മനോജിൻ്റേത്. അന്ന് എനിക്ക് ഹോട്ടൽ അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് പോകാനുണ്ടായിരുന്നു. കടയിലേക്ക് ജ്യൂസിനുള്ള സാധനങ്ങൾ വാങ്ങണമായിരുന്നു. ഞാൻ മാലക്കല്ല് ടൗണിൽ വന്ന് മരിയ ബേക്കറിയിലേക്ക് വന്നു. മരിയ ബേക്കറിയുടെ ഓണർ മനോജിനെ മുൻവശത്ത് കണ്ടില്ല. അപ്പം ഞാൻ കരുതി രാവിലെ പഴംപൊരി ഉണ്ടാക്കലോ ഒക്കെയായി കിച്ചണിൽ കാണും. ഒരു കുശലാന്വേഷണം നടത്തി ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങിപ്പോകാം എന്ന് കരുതിയാണ് ഞാൻ കിച്ചണിലേക്ക് പോയത്. ഞാൻ അവിടെ എത്തിയപ്പോൾ മനോജിൻ്റെ കൂടെ മറ്റൊരാളെ കണ്ടു. ഞാൻ അല്പസമയം നോക്കി നിന്നു. എനിക്ക് എന്തോ ഒരു ആശ്ചര്യം തോന്നി. പിന്നെ മൊബൈലെടുത്ത് ഞാൻ ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവരറിയാതെ ഞാൻ ആ രംഗങ്ങൾ മൊബൈലിൽ പകർത്തി. ബിനു സ്കൂൾ ബസ് വരുന്ന സമയം ആണ് മനോജിൻ്റെ കൂടെ ചെലവഴിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായാണ് മനോജിൻ്റെ കൂടെ ബിനുവിനെ കാണുന്നത്. ഓട്ടിസം ബാധിച്ച വ്യക്തിയാണ് ബിനു. തനിക്കൊന്നും കഴിവില്ല എന്നുള്ള ആ സാഹചര്യത്തിൽ നിന്നും തന്നെക്കൊണ്ടെല്ലാം കഴിയും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഞാൻ അവിടെ കണ്ടത്. കാരണം പഴംപൊരി ഉണ്ടാക്കാൻ ബിനുവാണ് പഴം പൊളിച്ചു കൊടുത്ത് മനോജിനെ സഹായിക്കുന്നത്. കൊച്ചു കൊച്ചു വിശേഷങ്ങളും ചിരിയും കളിയും തമാശകളും ഒക്കെയായി അവൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കലും. പഴം പൊളിച്ചു കഴിഞ്ഞപ്പോൾ മനോജ് ഒരു പഴംപൊരി എടുത്ത് ബിനുവിന് കൊടുത്തു. ബിനു ഒത്തിരി സന്തോഷത്തോടെ വാങ്ങി ചൂട് പഴംപൊരി കഴിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്നെ കണ്ടത്. സന്തോഷത്തോടെ എൻ്റെ അടുത്തേക്ക് വന്നു. പൊതുവേ ഇങ്ങനെയുള്ള ആളുകളെ എല്ലാവരും മാറ്റി നിർത്തുകയാണ് പതിവ്. പക്ഷേ മനോജ് ബിനുവിനെ ചേർത്ത് പിടിക്കുന്നതാണ് ഞാൻ കണ്ടത്. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മനോജ്. മാലക്കലിലെ നല്ല കച്ചവടമാണ് മനോജിനുള്ളത്. ഒത്തിരി നന്മ ആ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതുവരെ തോന്നാത്തൊരു ബഹുമാനം എനിക്ക് മനോജിനോട് തോന്നി.